പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ വിവിധ മേഖലകളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ധ്യാനിക്കുകയായിരുന്നല്ലോ. ഒരു വ്യക്തി പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടാൽ ആ വ്യക്തിയിൽ നിന്നും പുറത്തേക്കൊഴുകുന്ന മറ്റൊരു മേഖലയാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ. ഏറ്റവും പരമപ്രധാനമാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ കൊണ്ട് ഒരു വ്യക്തി നിറയപ്പെടുക എന്നത്. ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിയിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. എന്തൊക്കെയാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ? വിശുദ്ധ ഗ്രന്ഥം ഇവയെക്കുറിച്ച് എന്തു പറയുന്നു? നമുക്ക് ദൈവത്തിനു മുമ്പിൽ ആത്മപരിശോധന ചെയ്യാം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ ഫലങ്ങളിൽ നിന്ന് നിങ്ങൾ വൃക്ഷത്തെ തിരിച്ചറിയണമെന്ന് പറയുന്നുണ്ട്. നമുക്ക് ആ മേഖലയിലേക്ക് ധ്യാനിക്കാൻ വരുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മേഖല നമുക്ക് നോക്കാം. വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 22-23 തിരുവചനം വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അവിടെ ഇപ്രകാരം പറയുകയാണ്: ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയണമെങ്കിൽ ഇതേക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കേണ്ടത്. എന്നിൽ പരിശുദ്ധാത്മാവുണ്ടോ? ആ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ആ പരിശുദ്ധാത്മാവിൻ്റെ ഫലം എന്നിൽ നിന്നൊഴുകണം. ഇന്ന് പല വ്യക്തികളെ സംബന്ധിച്ചും ഫലങ്ങളില്ല, പിന്നെ വരങ്ങളാണുള്ളത്. വരം മാത്രമേ ഉള്ളൂ ഇന്ന് പലർക്കും, ഫലമില്ല. കണ്ണടച്ചു കഴിഞ്ഞാൽ ദർശനമായി, വെളിപാടായി, പ്രവചനമായി, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള വരങ്ങൾ കൊണ്ട് അനേകം വ്യക്തികൾക്ക് വരങ്ങളുള്ളവരുണ്ട്. ചിലപ്പോൾ ഏത് ആത്മാവിൻ്റെയാണോ, പരിശുദ്ധാത്മാവിൻ്റെ വരമാണോ അല്ലെ ദുരാത്മാവിൻ്റെ വരമാണോ എന്ന് ദൈവത്തിനും അവർക്കും മാത്രമേ അറിയത്തുള്ളൂ, എനിക്കറിയില്ല. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ് ഏറ്റവും പരമപ്രധാനം. ആ ഫലത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യയിലെ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ഗലാത്യയിൽ മാമോദീസ സ്വീകരിച്ച് കൈവെപ്പ് ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച സഭാമക്കളോട് പറയുകയാണ്: പരിശുദ്ധാത്മാവ് മാമോദീസായിലൂടെ നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമായി മാറ്റപ്പെട്ടുവെന്നും ആ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്നും ആ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ശരീരത്തിൽ വസിക്കുന്നുണ്ട് എന്നും എല്ലാം പഠിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം അവസാന മേഖലകളിലേക്ക് വരുമ്പോഴാണ് ഈ മേഖല പഠിപ്പിക്കുന്നത്. കോരിന്ത് സഭയ്ക്ക് എഴുതിയ ലേഖനത്തിലും പറയുന്നുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരം. ഇതെല്ലാം വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ഇവിടെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഒന്നാമതായി പറയുന്നത് സ്നേഹം. പരിശുദ്ധാത്മാവിൻ്റെ ഒന്നാമത്തെ ഫലമാണ് സ്നേഹം. പ്രിയ സഹോദരങ്ങളെ, എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ തിരിച്ച് സ്നേഹിക്കുന്നതിനകത്ത് വലിയ അർത്ഥമൊന്നുമില്ല. പാപികളും അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ട്. കള്ളുകുടിയന്മാരും മദ്യം കഴിക്കുന്നവരും അങ്ങനെ ചെയ്യുന്നുണ്ട്. മോഷ്ടിക്കാൻ പോകുന്ന മോഷ്ടാക്കളും പരസ്പരം സ്നേഹിക്കുന്നുണ്ട്. അവിഹിത ബന്ധത്തിലേക്കോ പ്രേമബന്ധങ്ങളിലേക്കോ വ്യഭിചാരം എന്ന പാപം ചെയ്യുമ്പോഴും അവരും സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹമല്ല ഈ സ്നേഹം. അതൊക്കെ ജഡത്തിൻ്റെ സ്നേഹമാണ്. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം
അത് നിഷ്കളങ്കമാണ്. അത് പ്രതിഫലം ഇച്ഛിക്കാതെ കൊണ്ടുള്ള സ്നേഹമാണ്. പ്രതിഫലം സ്വീകരിക്കാതെ കൊണ്ട് സ്നേഹിക്കുന്ന സ്നേഹം. അത് പരിശുദ്ധാത്മാവിൽ നിറയുന്ന ഒരു വ്യക്തിക്ക് അങ്ങനെ സ്നേഹിക്കാൻ പറ്റുകയുള്ളൂ. ഉപദ്രവിക്കുന്ന, തന്നെ പീഡിപ്പിക്കുന്നവരെ സ്നേഹിക്കുന്ന സ്നേഹം. മറ്റുള്ളവരുടെ കാൽച്ചുവട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ സ്നേഹിക്കുന്ന, ആ കാല് കഴുകി ചുംബിക്കുന്ന സ്നേഹം. തന്നെ മുറിച്ച് പങ്കുവെച്ച് കൊടുക്കുന്ന സ്നേഹം. ആ ഹൃദയത്തിലെ നന്മകൾ അല്ലെങ്കിൽ ജീവിതത്തിൽ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ച് കൊടുക്കുന്ന, പട്ടിണി പാവങ്ങളുമായിട്ട് പങ്കുവെച്ച് കൊടുക്കുന്ന സ്നേഹം. ഈ സ്നേഹം എന്നിലുണ്ടോ? ഞാൻ എന്നേക്കാളും വലിയ വ്യക്തിയെ സ്നേഹിച്ചതിനകത്ത് യാതൊരു അർത്ഥവുമില്ല എന്ന് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നുണ്ട്. അന്ത്യവിധിയുടെ സമയത്ത് കർത്താവ് പറയുന്നത്, നിങ്ങളിൽ ചെറിയ ഒരാൾക്ക് ഇത് ചെയ്തു കൊടുത്തപ്പോൾ നിങ്ങൾ എനിക്ക് തന്നെയാണ് ചെയ്തതെന്നാണ്. നിങ്ങളെക്കാൾ ഉന്നതനായ വ്യക്തിക്ക് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് കർത്താവ് പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ പറയാണ് സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, ആത്മസംയമനം, സൗമ്യത. ഈ 9 ഫലങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഗലാത്യയിലെ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ കൊണ്ട് നിറയപ്പെടുവാൻ നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിൽ വന്ന് നിറഞ്ഞ് അവിടുത്തെ ഫലങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. സ്നേഹവും ആനന്ദവും സമാധാനവും ക്ഷമയും ദയയും നന്മയും വിശ്വസ്തതയും സൗമ്യതയും ആത്മസംയമനവും എല്ലാം നൽകിക്കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവെ, ഞങ്ങളെ നയിക്കണമേ, പരിപാലിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.